ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു മിനി CNC പ്ലോട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏതാനും പാർട്സുകളാണ്. ഇത് 3D പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം അതിൻ്റെ XY ആക്സിസിൻ്റെ സ്റ്റാൻഡാണ്. കൂടാതെ 2 ഗിയർ വീല്, ഒരു റണ്ണർ വീല്, അതേപോലെ തന്നെ ഒരു റണ്ണർ വീലിൻ്റെ കവറ്, പിന്നെ ഒരു പെൻ ഹോൾഡർ, പിന്നെ 2 XY ആക്സിസ് കൺട്രോളർ. അപ്പോൾ ഇത് നമ്മളുടെ 3D പ്രിൻ്ററിൽ തന്നെ പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. എല്ലാ പാർട്സുകളും നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിനായിട്ട് 3 സ്റ്റെപ്പർ മോട്ടറുകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രൈവാണ് ഈ കാണുന്നത്. ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ ചെറുതായിട്ടുള്ളൊരു മോട്ടറാണ്. അപ്പോൾ വലിയ മോട്ടറിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വളരെ കുഞ്ഞതായിട്ടുള്ളൊരു മോട്ടറാണ്. അപ്പോൾ ഇതേപോലത്തെ 3 മോട്ടർ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന 1-2 പ്രോജക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ തന്നെ വലിയൊരു പെൻ പ്ലോട്ടർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്സുകൾ ഞാനിവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു വലിയ വേർഷൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ചാർട്ട് പേപ്പർ സൈസൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു ചാർട്ട് പേപ്പറിലേക്ക് ഡ്രോ ചെയ്യുന്ന ഒരു മെഷീൻ കൂടി ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ നമുക്കുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറൻഷ്യൽ ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു മൊബൈൽ ഫോൺ വഴി കൺട്രോൾ ചെയ്യുന്ന ഒരു താർ ജീപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും ഞാനിവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഡിഫറൻഷ്യലായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ മിനി CNC പ്ലോട്ടർ അസംബ്ലിങ്ങിലേക്ക് തുടങ്ങാം. ഓരോ പാർട്സും ഞാനിവിടെ വളരെ സൂം ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളെ അസംബിൾ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. ഒരുപാട് കോംപ്ലക്സ് വരുന്ന ഫിറ്റിങ്സ് ഒന്നും ഇതിനകത്തില്ല. വളരെ സിമ്പിളായിട്ടാണ്, നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഞാനിനി ഇത് അസംബിളിങ്ങിന് ശേഷം നിങ്ങളെ ഇത് കാണിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ അസംബ്ലിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുകയാണ്.
വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ അസംബിൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ 3 വീഡിയോ സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തേത് ഇതിൻ്റെ മെക്കാനിക്കൽ അസംബ്ലിങ്, അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് ഇതിൻ്റെ ഹാർഡ്വെയർ സെക്ഷൻ, ഇതിൻ്റെ ഇലക്ട്രോണിക് കണക്ഷൻ ഡീറ്റെയിൽസാണ് ആ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സെക്ഷൻ ഈ ഒരു പ്ലോട്ടർ നമുക്ക് എങ്ങനെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാം, അതേപോലെ ഇത് എങ്ങനെ ഒരു ചിത്രം നമുക്ക് വരച്ചു തരും, ആ ഒരു സെക്ഷനാണ് മൂന്നാമത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഒരു വീഡിയോയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ വരുന്ന വീഡിയോയിൽ നമുക്കിതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് ഫുള്ള് പരിചയപ്പെടുത്താം. അപ്പോൾ വീഡിയോ എല്ലാവരും ഈസി ആയി തന്നെ കാണുക. നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ വേണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.